കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. പ്രത്യേകിച്ച് കേരളത്തിലെ CPM. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശബരിമലയെ രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിച്ച് പരാജയപ്പെടുന്നത് ഇപ്പോഴിത് രണ്ടാമത്തെ തവണയാണ്. ആദ്യം EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിന്റെ കാലത്താ. അന്ന് പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഭരിക്കുന്ന സമയമാ. ഇപ്പതാ ഇടതുമുന്നണി സർക്കാർ. ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം. നമ്മൾ ആ പേര് തന്നെ പറയണം, ആഗോള അയ്യപ്പ സംഗമം. അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് മുന്നണി സർക്കാരിന്റെ ഒരു പരിപാടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഇത് ആസൂത്രണം ചെയ്തതും ആവിഷ്കരിച്ചതും നടപ്പാക്കിയതുമൊക്കെ CPM. അങ്ങനെ രണ്ടാം തവണയും ശബരിമല അയ്യപ്പനെ ഉപയോഗിക്കാമെന്ന് കരുതിയെടുത്ത് അവർക്ക് തെറ്റുപറ്റിയിരിക്കുക. 1950 ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഈ അന്നൊന്നും തീർത്ഥാടന കാലം കഴിഞ്ഞാല് ശബരിമല സന്നിധാനത്ത് ആളുകൾ ഉണ്ടാവുന്ന പതിവില്ല. പൂജാരിമാരും തന്ത്രിമാരും ഒക്കെ നേരെ മലയിറങ്ങി വീടുകളിലേക്ക് പോകും. വീണ്ടും നട തുറക്കുമ്പോഴാണ് അവർ മടങ്ങി വരിക. അങ്ങനെ ജൂൺ 14-ാം തീയതി പൂജാരിമാരും സംഘവും മടങ്ങിയെത്തിയപ്പോഴാണ് ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ചതായിട്ട് അവർ മനസ്സിലാക്കുന്നത്. ശ്രീകോവിലിനൊക്കെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. വിഗ്രഹത്തിന് പോലും കേടുണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത സംഭവമായി. ശബരിമല വലിയ തോതിൽ ഭക്തജനങ്ങൾ വരുന്നൊരു സ്ഥലമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശബരിമല അയ്യപ്പന്റെ ഭക്തന്മാരുണ്ട്. അപ്പൊ അവിടെ തീപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോഴേ അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് സർക്കാർ കരുതുകയും കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടും പിന്നീട് IG ഒക്കെ വരികയും ചെയ്തു. വന്നവിടെ പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ നടത്തി. അതിൽ നിന്ന് മനസ്സിലായത് ഇത് യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു തീപിടുത്തമല്ല എന്നാണ്. ആരോ മനഃപൂർവ്വം തീ വെച്ചതാണോ എന്നൊരു സംശയം ഉണ്ടായി. അതിനെ തുടർന്ന് കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് DIG ആയിരുന്ന കേശവമേനോന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത് അന്വേഷിച്ചത്. ഒരു മാസത്തിനകം അവര് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഇടവം 6-നും 11-നും ഇടയ്ക്കാണ് ഇത് സംഭവിക്കാൻ സാധ്യത എന്നാണ്. ഈ കാലഘട്ടത്തില് 4 നായാട്ട് സംഘങ്ങള് ശബരിമല വനത്തിലേക്ക് കടന്നിരുന്നു. ഇതിൽ 4-ലും ക്രിസ്ത്യാനികളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അവരാവാം എന്തോ ദുരുദ്ദേശത്തോടു കൂടി ക്ഷേത്രത്തിന് തീ വെച്ചത് എന്നൊരു സംശയം, അല്ലെങ്കിൽ അതിനുള്ള സൂചനകൾ ഉള്ളതായിട്ട് കേശവമേനോൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തീപിടുത്തത്തിന്റെ പിന്നിലുണ്ട് എന്ന കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം സംശയിച്ച ചില വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയൊക്കെ പേരുകളിൽ റിപ്പോർട്ടിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീവെപ്പ് അല്ലെങ്കിൽ ഈ തീപിടുത്തം എന്നാണ് നടന്നത് എന്ന് പോലും നിശ്ചയിക്കാൻ അന്വേഷണത്തിന് സാധിച്ചിട്ടില്ല. അതൊരു പോരായ്മയാണ്. അതുപോലെ തന്നെ ഇതേക്കുറിച്ച് അന്വേഷിച്ച് കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊരു നിഗമനത്തിൽ ഈ കേശവമേനോൻ എത്തുകയും ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പറവൂർ TK നാരായണപിള്ളയാണ് അന്നത്തെ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി. അതിനുശേഷം C കേശവൻ വന്നു, AJ ജോൺ വന്നു, പട്ടം വന്നു, പനമ്പള്ളി വന്നു. ഈ ഗവൺമെന്റുകളൊന്നും ഈ കേശവമേനോന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും നടപടികൾ എടുക്കുന്നതിന് തയ്യാറായില്ല. അതിന് 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്നേന്ന് പറയുന്നത് സംഭവം നടന്ന തീയതി പോലും നിശ്ചയിക്കാൻ അന്വേഷണത്തിൽ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇത് മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് സൂചനകൾ ഉള്ളത് കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരികയോ അതിന്മേൽ നടപടികൾ ഉണ്ടാവുകയോ ചെയ്താൽ സമൂഹത്തിൽ വലിയ സ്പർദ്ധയും ഭിന്നിപ്പും സംഘർഷവും ഉണ്ടാവുമെന്ന് ആ ഗവൺമെന്റുകൾ കണക്ക് കൂട്ടി. അതുകൊണ്ട് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. അങ്ങനെയാണ് 57-ല് കേരളം രൂപം കൊണ്ടതിന് ശേഷം സംസ്ഥാനത്തെ ആദ്യത്തെ മന്ത്രിസഭയായിട്ട് EMS ഗവൺമെന്റ് നിലവിൽ വരുന്നത്. EMS അന്ന് വിപ്ലവകരമായ ചില നിയമങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഒന്ന് വിദ്യാഭ്യാസ ബില്ലായിരുന്നു. രണ്ടാമത്തേത് കാർഷിക ബന്ധ ബില്ല്, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു നിയമം. അന്ന് ഈ വിദ്യാഭ്യാസ ബില്ലിനെ കേരളത്തിലെ ക്രൈസ്തവർ അതിശക്തമായിട്ട് എതിർത്തു. അതിനെതിരായിട്ട് അവര് പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി. അപ്പൊ EMSന് മനസ്സിലായ ഒരു കാര്യം, വിദ്യാഭ്യാസ ബില്ലിന്റെ കാര്യത്തിൽ NSSനോ അല്ലെങ്കിൽ NSSന്റെ നേതാവായ മന്നത്ത് പത്മനാഭനോ വലിയ എതിർപ്പില്ല. അതേസമയം കാർഷിക ബന്ധ ബിൽ നടപ്പാവുകയാണെങ്കിൽ അത് NSSനെ ചൊടിപ്പിക്കും.
കാരണം ആ ബിൽ നിയമമാകുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്നത് നായർ സമുദായത്തിൽ പെട്ടവർക്കായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും മന്നത്ത് പത്മനാഭനും ക്രിസ്ത്യാനികളുമായിട്ട് ചേർന്ന് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് വരും, അതിൽ പങ്കാളികളാകും. അത് തടയണം എന്ന് EMS കണക്ക് കൂട്ടി. കാരണം ക്രൈസ്തവരും നായർ വിഭാഗവും തമ്മിൽ യോജിച്ചൊരു സമരം ഉണ്ടാവരുത്. അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയുടെ ഇടയിലാണ് ഈ 50-ലെ അന്വേഷണ റിപ്പോർട്ട് ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ച അല്ലെങ്കിൽ തീവച്ച സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് സെക്രട്ടേറിയറ്റ് ഏതോ ഒരു അലമാരിയിൽ ആഭ്യന്തര വകുപ്പിന്റെ ആവണം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹം അത് പുറത്തെടുത്തു, അത് പ്രയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ എന്താണെന്ന് ചോദിച്ചാല്, ഈ ശബരിമല ക്ഷേത്രത്തിന് തീ പിടിച്ചതിന്റെ പിന്നിൽ അല്ലെങ്കിൽ തീ വെച്ചതിന്റെ പിന്നിൽ ചില ക്രൈസ്തവർ ഉണ്ട് എന്ന ഇതിലെ നിഗമനങ്ങൾ പരസ്യമായാൽ സർക്കാരിനെതിരായ സമരത്തിൽ നായന്മാരും ക്രിസ്ത്യാനികളും ഒന്നിച്ചണിചേരില്ല. അതിനെ തടയാൻ സാധിക്കുമെന്നായിരുന്നു EMSന്റെ കൂർമ്മബുദ്ധിയിൽ തെളിഞ്ഞത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഇത് സർക്കാർ പ്രസിൽ ആയിരക്കണക്കിന് കോപ്പികൾ അച്ചടിക്കുകയും 33 പൈസ വിലയ്ക്ക് അത് വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തു. പക്ഷെ ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല, അത്ര അങ്ങോട്ട് ഏശിയില്ല. അന്ന് NSSന്റെയും മന്നത്ത് പത്മനാഭന്റെയും നിലപാട് EMS സർക്കാരിനെതിരായിരുന്നു, വളരെ ശക്തമായ തോതിൽ എതിരായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ അത് മൈൻഡ് ചെയ്തേയില്ല. മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രകാരനായ പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറിപ്പ് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, സർക്കാരിനെതിരായിട്ട് ഇങ്ങനെ വിവിധ സമുദായങ്ങൾ സമൂഹങ്ങൾ ഏക മനസ്കരായിരിക്കുകയാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒഴുക്കു തടയാൻ വേണ്ടി EMS സർക്കാർ കെട്ടിയൊരു മണൽച്ചിറയായിരുന്നു ഈ നടപടി, ഈ നീക്കം എന്നാണ്. അങ്ങനെ ആ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവന്നുകൊണ്ട് അയ്യപ്പനെ മുൻനിർത്തി വിമോചന സമരത്തിന് തടയിടാൻ അന്ന് EMS ശ്രമിച്ചത് നടന്നില്ല. ഇപ്പൊ പിണറായി വിജയന്റെ ഊഴമാണ്. സുപ്രീം കോടതി വിധി, സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് വിധി വന്നപ്പോൾ എന്തായിരുന്നു ഈ സർക്കാർ എടുത്ത ഒരു നിലപാട്? സ്ത്രീകളെ, ചെറുപ്പക്കാരായ സ്ത്രീകളെ, 10ഉം 50ഉം വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ എന്തു വില കൊടുത്തും സന്നിധാനത്തിൽ എത്തിക്കും. പോലീസിന്റെ അധികാരം ഉപയോഗിച്ച്, സർക്കാരിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവരെ ശബരിമല സന്നിധാനത്തിൽ എത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ച, ഭഗീരഥ പ്രയത്നം നടത്തിയ ഈ ഇടതുപക്ഷ മുന്നണി സർക്കാർ ഇപ്പൊ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വോട്ടിന് വേണ്ടി അതിനുവേണ്ടി സംഘടിപ്പിച്ചതായിരുന്നു ഈ സംഗമം, ആഗോള അയ്യപ്പ സംഗമം. പക്ഷെ ഫലത്തിൽ അത് ചീറ്റിപ്പോയി എന്ന് ഇപ്പോൾ ഗവൺമെന്റിന് പോലും വ്യക്തമായിട്ടുണ്ട്. ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈനായിട്ട് പേര് രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ 623 പേർ മാത്രമാണ് പമ്പയിലെത്തിയതെന്ന് മാതൃഭൂമി ന്യൂസ് ചാനലിലെ കണക്കുകൾ സഹിതം കൃത്യമായ കണക്കുകളോടെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ 4245 ആളുകള് അവര് സ്വമനസാലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തവരാ. അങ്ങനെ ചെയ്തത് എന്തിനാ? ഈ സംഗമത്തിൽ വന്ന് സംബന്ധിക്കാൻ വേണ്ടിയാ. പക്ഷെ അവര് വന്നില്ല. അത് മാത്രമല്ല, എന്താണ് നമ്മുടെ വാസവൻജി പറഞ്ഞത്? മുഖ്യ ഗുരുസ്വാമി അദ്ദേഹം പറഞ്ഞു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തന്മാരെത്തുമെന്ന. അന്റാർട്ടിക്ക, ബുർക്കിന ഫാസോ, ഐസ്ലാൻഡ്, ഗ്രീൻലാൻഡ് മുതലായ രാജ്യങ്ങളിൽ നിന്ന് പോലും അയ്യപ്പ ഭക്തന്മാര് ഇവിടെ ഇരച്ചു കയറുമെന്ന് പറഞ്ഞതാ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഇതാണ് മാതൃഭൂമി പറഞ്ഞ കണക്ക്. 623 പേരാണ് രജിസ്റ്റർ ചെയ്തവരിൽ വന്നത്. ഉദ്ഘാടന സമ്മേളനത്തിലും മറ്റു പിന്നെ 3 ചർച്ചാ സെഷനുകളിലും ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടി പ്രവർത്തകരെയൊക്കെ കയറ്റിയിരുത്തി അത്യാവശ്യം സദസ്സിനെ തികയ്ക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഈ ആഗോള സംഗമം വലിയൊരു പരാജയമായാണ് സമാപിച്ചത്. സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഇതിലൊരു ദുഃഖമുണ്ട് കേട്ടോ. കാരണം ഈ ശബരിമലയുടെ സമീപത്താണ് ഞങ്ങളുടെയൊക്കെ വീട്. വേണമെങ്കിൽ അതിന്റെ അടിവാരം എന്ന് പറയാം. ആഞ്ഞു നടക്കുകയാണെങ്കിൽ ശബരിമലയിൽ നടന്നെത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ശബരിമല വിമാനത്താവളം, നിർദ്ദിഷ്ട വിമാനത്താവളം, അത് നടന്നെത്താവുന്ന ദൂരത്തിലാണ്. അപ്പോഴീ ആഗോള സംഗമത്തെക്കുറിച്ച് വിദഗ്ധന്മാര്, മാധ്യമപ്രവർത്തകര് അവരൊക്കെ എന്താണ് അവകാശപ്പെട്ടിരുന്നത്? ഈ സംഗമം വലിയ തോതിൽ വിജയിക്കുന്നു, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഭക്തരെത്തുന്നു, അതേ തുടർന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ വികസിച്ചങ്ങ് വല്ലാതെ വികസിക്കുമെന്നാ പറഞ്ഞിരുന്നത്.
പിന്നെ വിമാനത്താവളം വരുന്നു, 5 സ്റ്റാർ ഹോട്ടലുകൾ വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ഈ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന മുതലായ സംസ്ഥാനങ്ങളിൽ നിന്ന് പതിവായിട്ട് ശബരിമല ദർശനത്തിന് വരുന്ന, വർഷം തോറും വരുന്ന ശതകോടീശ്വരന്മാർ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. അവർ ഈ സംഗമത്തിന് വന്നിട്ട് ചാക്ക് കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ, മില്യൺസ് വേണേ ബില്യൺസ് അതിവിടെ ഇങ്ങനെ കമഴ്ത്തിയിടുമെന്നും അതുവഴി ശബരിമല, അതിന്റെ ചുറ്റുപാടുകള്, പത്തനംതിട്ട, കോട്ടയം ജില്ലകള്, ഞങ്ങളുടെ സ്ഥലമടങ്ങുന്ന റാന്നി, ഇതൊക്കെ അങ്ങ് വളർന്ന് വികസിക്കുമെന്നും പറഞ്ഞതാ. അത് കേട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു പോയി കേട്ടോ. ഇവിടെ ഒരു ശകലം സ്ഥലം പൂർവിക സ്വത്തായിട്ട് കിട്ടിയതുണ്ട്, അതോടെ കിടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇങ്ങനെ നാടങ്ങ് വല്ലാതെ വികസിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വില കിട്ടുമെന്നും അങ്ങനെ കിട്ടുന്ന കാശ് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് 2 ഫ്ലാറ്റ് വാങ്ങിക്കാമെന്നും കരുതിയിരുന്നതാ. പക്ഷെ സംഗമം നടന്ന് വെളുപ്പായപ്പോഴത്തേക്ക് അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു, വെള്ളത്തിൽ വരച്ച ഒരു വര മാത്രമായിരുന്നു എന്ന് ബോധ്യമായി. ഈ സംഗമത്തിലെ ഏറ്റവും ഒരു മനോഹര ചിത്രമായി തോന്നിയത് നമ്മുടെ യോഗി ആദിത്യനാഥിനെ, UP മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഈ സംഗമത്തിന് ക്ഷണിച്ചതാ. കാരണം അദ്ദേഹം ഇവിടെ വരാൻ സർവ്വതാ യോഗ്യനാണ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മതേതരവാദിയാണ്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനാണ്. ആ നിലയ്ക്ക് നിർബന്ധമായിട്ടും ഇവിടെ വരേണ്ടിയിരുന്ന ഒരാള് യോഗി ആദിത്യനാഥ് ആയിരുന്നു. പക്ഷെ പല പല തിരക്കുകൾ കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഒരുപക്ഷെ അവിടുത്തെ ഈ മുസ്ലിങ്ങളുടെ വീടുകള് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു പൊളിച്ച് കളയുന്നതിനെ കുറിച്ചുള്ള വല്ല ആലോചനയും നടക്കുന്നത് കൊണ്ടായിരുന്നിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അതാവാൻ കാര്യം. എന്താണേലും കൃത്യാന്തര ബാഹുല്യം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പക്ഷെ നല്ലൊരു സന്ദേശം എഴുതി ഇങ്ങോട്ട് അയച്ചു. അത് നമ്മുടെ വാസവൻ സ്വാമികൾ തന്നെയാണ് വായിച്ചതും. അത് വേറെ പലർക്കും വായിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വാസവൻ സ്വാമികൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. ചേട്ടാ, നമ്മുടെ രഹസ്യ ബന്ധുക്കാരനല്ലയോ, അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം അയച്ച ഒരു സന്ദേശം, അത് താൻ മന്ത്രിയല്ലാതെ മറ്റാരാ വായിക്കുക? അങ്ങനെ അദ്ദേഹം തന്നെ വായിച്ചു. അതിമനോഹരമായ ഒരു സന്ദേശം എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഒരു കോപ്പി നേരത്തെ യോഗി ആദിത്യനാഥിന് അയച്ചു കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായും വരുമായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്താ നമ്മുടെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത്? ഗീതയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏ വച എന്ന് വച്ചാൽ, ഒന്നിനോടും വിദ്വേഷമില്ലാത്ത ആളും എല്ലാറ്റിനെയും മിത്രമായി കരുതുന്നവനും എല്ലാവരോടും ദയയുള്ളവനുമാണ് യഥാർത്ഥ ഭക്തനെന്ന ഒരു സത്യമാണ് അദ്ദേഹം ഈ ഗീതാ വാക്യങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ യോഗി ആദിത്യനാഥിന് പിണറായിയെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയില്ല. കാരണം ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാരയുണ്ടല്ലോ, അത് ഈ ഡൽഹി ലെവലിൽ നടക്കുന്നതാണ്. അത് ഉത്തർപ്രദേശിലിരിക്കുന്ന നമ്മുടെ യോഗിജി വേണ്ട പോലെ അറിയണമെന്നില്ല. പക്ഷെ ഈ പ്രസംഗം കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. പിണറായി വിജയൻ ആരോടും വിദ്വേഷമില്ലാത്ത, എല്ലാവരോടും മിത്രഭാവേന പെരുമാറുന്ന, എല്ലാവരോടും ദയയും കരുണയുമുള്ള ഒരാളാണ് എന്ന് യോഗിജി അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് തോന്നുന്നു മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ സംഗമത്തിന്, ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നേനെയും. നമുക്ക് ചാൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിനി നടത്താൻ പോകുന്നത് ന്യൂനപക്ഷ സംഗമമാണല്ലോ, അതും ആഗോളമായിരിക്കും. ഈ സംഗമത്തിന്റെ ഉദ്ഘാടകനായിട്ട് നമ്മുടെ യോഗി ആദിത്യനാഥിനെ വിളിക്കണം. ന്യൂനപക്ഷ സമ്മേളനം, അതിന് വന്ന് സംബന്ധിക്കാനും ഉദ്ഘാടനം ചെയ്യാനും സർവ്വതാ യോഗ്യനാണ് നമ്മുടെ യോഗി ആദിത്യനാഥ്. പക്ഷെ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്യണം, എല്ലാ സംഗമങ്ങളും ഞാനേ ഉദ്ഘാടനം ചെയ്യൂ എന്നൊരു പിടിവാശി അത് വേണ്ട. ഇത്തവണ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക. യോഗി ആദിത്യനാഥിനെ ഉദ്ഘാടകനായിട്ട് വിളിച്ചാൽ അതും ഈ ന്യൂനപക്ഷ സംഗമത്തിന് ഉറപ്പായിട്ടും അദ്ദേഹം വരുമെന്നാണ് തോന്നുന്നത്. ഈ അയ്യപ്പ സംഗമം അടക്കം നമ്മുടെ പിണറായി വിജയൻ ചെന്നുപെടുന്ന ഓരോ അവസ്ഥകൾ ആലോചിച്ചാൽ ഇദ്ദേഹത്തെ ആരാണ് ഉപദേശിക്കുന്നത് എന്ന സംശയമാണ് ഉണ്ടാവുക. പണ്ടൊക്കെ പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനൊക്കെ സമയമുണ്ടായിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രിയല്ലേ, സമയത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ടാവണം ആരുടെയൊക്കെയോ ഉപദേശം കേട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കി, അയ്യപ്പ സംഗമം തന്നെ സുപ്രീം കോടതി വിധി വന്ന ശേഷം ശബരിമല ക്ഷേത്രത്തോടും അയ്യപ്പനോടും ശബരിമല ഭക്തന്മാരോടും ഒക്കെ എന്താണ് ഈ സർക്കാർ ചെയ്തത് എന്നുള്ളത് കേരളത്തിലെ മനുഷ്യന്മാർ മറന്നിട്ടില്ല. അത് മറക്കുന്നതിന് മുമ്പാണ് ഒരു സമയം കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ മറക്കുന്നതിന്.
അതിനു മുമ്പെയാണ് ഈ സമസ്താപരാധങ്ങൾ ഏറ്റുപറഞ്ഞ് 4 വോട്ടിന് വേണ്ടിയുള്ള ഈ സംഗമം നടത്തിയത്. വന്നത് ആരുടെ കൂടെ? വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ. കുഴപ്പമൊന്നുമില്ല, വെള്ളാപ്പള്ളിയുടെ കൂടെ ഒരു കാറിൽ, സ്റ്റേറ്റ് കാർ, 1-ാം നമ്പർ കാറിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അന്നേരം ചില കാര്യങ്ങൾ നമ്മളങ്ങ് ഓർത്തു പോവുകയാണ്. അതായത് കേരള തൊഗാഡിയ എന്നാണ് നമ്മുടെ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും മറന്നിരുന്നൊരു കാര്യമാണ്. നല്ല കിണ്ണം പ്രയോഗമല്ലയോ കേരള തൊഗാഡിയ. അത് നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് നടത്തിയ കാര്യം മറന്നിരുന്നതാ. അതുതാ ഈ സംഗമം വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ശബരിമലയെ പറ്റി, അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പറ്റി, അവിടുത്തെ പൂജാരിമാരെ പറ്റിയൊക്കെ എന്തൊക്കെ പറഞ്ഞതാ. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ പൂജാരിമാരും നൈഷ്ഠിക ബ്രഹ്മചാരിമാരായിരിക്കണം എന്ന ലോകതത്വം ആദ്യം അവതരിപ്പിച്ചതാരാ? നമ്മുടെ പിണറായി വിജയൻ അല്ലയോ? പൂജാരിമാരുടെ നൈഷ്ഠിക ബ്രഹ്മചാര്യത്തെ പറ്റി പറയുമ്പോൾ അത് ഗൃഹസ്ഥാശ്രമത്തിലെ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ചില വ്യഭിചാര കേസുകൾ ഓർമ്മിപ്പിച്ചതാരാ? ചില തന്ത്രിമാരുടെ. പറഞ്ഞില്ല, ഈ സംഗമം നടത്താൻ പോയത് കൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ശബരിമലയ്ക്കും അയ്യപ്പ ഭഗവാനും വിശ്വാസികൾക്കുമെതിരായിട്ട് ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തിയ ഓരോ കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പൊ ജനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് ഓർത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങള്. നവകേരള യാത്ര, ഒരു ആർഭാട ബസ്സൊക്കെ ഉണ്ടാക്കി അതേ കയറിയിരുന്ന് നടത്തിയ ഒരു യാത്ര, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര നടത്തിയത് മാത്രമാണോ? രാത്രിയിൽ ആ വണ്ടി കയറ്റിയിടാൻ വേണ്ടി എത്ര സ്കൂളുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും മതിലുകളാണ് ഇടിച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രി കയറിയ ബസ് അകത്തോട്ട് കയറ്റിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? മതിലുകൾ ഇടിക്കുക, വിദ്യാലയങ്ങളുടെ, സ്കൂൾ കെട്ടിടങ്ങളുടെ. ഇതിന്റെയൊക്കെ പഴി ആർക്ക് അവസാനം കിട്ടിയത്? ഇതൊക്കെ ആരുടെ ഉപദേശമാണ്? ഈ സ്കൂളിനകത്ത് തന്നെ കയറ്റിയിടണമെന്ന് ആരുടെ നിർബന്ധമായിരുന്നു? അതുപോലെ തന്നെ ഈ സമൂഹ തിരുവാതിര കളി. എന്നിട്ട് പിണറായി വിജയനാണ് കാരണഭൂതൻ എന്ന് പറയുക. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുക പാർട്ടിക്കാർ തന്നെ. പിന്നീട് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാരുടെ ഗാനമേളയും കുമ്മികളിയും ഒക്കെ, അതിനകത്ത് എന്താ പറഞ്ഞത്? ചെമ്പടയ്ക്ക് കാവലാൾ, ചെങ്കനൽ കണക്കൊരാൾ. ഇതൊക്കെ ആലമാർത്ഥത കൊണ്ട് പറയുന്നതാണോ, അതോ നമ്മുടെ പിണറായി വിജയനെ കുഴിച്ചടിക്കാൻ വേണ്ടി ആരെങ്കിലും കൊടുക്കുന്ന ഉപദേശമാണോ എന്ന് ഇപ്പൊ തോന്നുക. ഈ സംഗമം, അയ്യപ്പ സംഗമം കൂടെ കഴിഞ്ഞപ്പം തോന്നുന്ന ഒരു വികാരമാണ്. ഇതൊന്നും ആരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ലെന്നേ. ഇരട്ടച്ചങ്കനാണെന്നോ കാരണഭൂതനാണെന്നോ അല്ലെങ്കിൽ ചെമ്പടയ്ക്ക് കാവലാളാണെന്നൊന്നും ആരും കരുതുന്നില്ല. വെറുതെ ട്രോളാണ്, പരിഹസിക്കുക, അതും കേട്ടിട്ട് സന്തോഷിക്കുക. ബലമായ വിശ്വാസം ആരോ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നാ. അവസാനം ഈ അയ്യപ്പ സംഗമം കഴിയുമ്പോഴേ, ആഗോള സംഗമം അത് കഴിയുമ്പോൾ എന്തുവാ? ക്യാ പ്രയോജൻ, ക്യാ ഫൽ? ഒന്നുമില്ല, നഹി. വെറുതെ ഉള്ള പേര് കളഞ്ഞ് പഴങ്കഥകളൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നതിന് അപ്പുറത്ത് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടായിട്ടില്ല. ഇതിനിടയ്ക്ക് സന്തോഷിക്കാൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതിബുദ്ധിശാലിയും പ്രത്യുൽപ്പന്നമതിയും ഒക്കെ ആയ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷെ പോലുള്ളവരുടെ സാന്നിധ്യം. അദ്ദേഹം ഉണ്ടല്ലോ, മുഖ്യമന്ത്രി ഇതുപോലുള്ള പ്രതിസന്ധികളിൽ എത്തുമ്പോഴൊക്കെ കൃത്യമായ വിശദീകരണങ്ങളുമായി ന്യായവാദങ്ങളുമായിട്ട് രംഗത്ത് വരും. ഇപ്പൊ ഈ അയ്യപ്പ സംഗമം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തുവാ? ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ അതൊന്നും ശരിയായ ദൃശ്യങ്ങളല്ല, ചിത്രങ്ങളല്ല. അതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, AI അത് വെച്ചുണ്ടാക്കിയതാണെന്നാ. അതായത് ഈ ശബരിമല പമ്പയിൽ നടന്ന സംഗമം, ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടനെ മാധ്യമപ്രവർത്തകരൊക്കെ നേരെ സ്റ്റുഡിയോയിലേക്ക് ഓടി. ചെന്നപാടെ കസേരകളിൽ നിറഞ്ഞിരുന്ന ആളുകളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് അതെല്ലാം ഒഴിഞ്ഞ കസേരകളാക്കി മാറ്റി. ഇതുപോലെയുള്ള ചില ന്യായീകരണങ്ങൾ വരുന്നതാണ് പിണറായി വിജയന്റെ ഏക രക്ഷ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ എന്താ, ഗോവിന്ദൻ മാഷ് ഇത് പറഞ്ഞതോടെ കേരളത്തിലെ ഏതാണ്ട് 98% ജനങ്ങളും ഇത് വിശ്വസിച്ചിരിക്കുക. അവരിപ്പോ കരുതുന്നത് ആഗോള സംഗമം ഒരു വലിയ വിജയമായിരുന്നു, വലിയ ആൾക്കൂട്ടം, പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ആൾക്കൂട്ടം അതിൽ സംബന്ധിച്ചു എന്നാണ്. പക്ഷെ എന്നാലും ഒരു കാര്യം ഓർക്കണം കേട്ടോ, ശബരിമല അയ്യപ്പനോടൊക്കെ മുട്ടാൻ പോകുമ്പോൾ ഒന്നുകൂടൊന്ന് ചിന്തിക്കണം, രണ്ടാമതൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ സംഗതി പാടും. സ്വാമിയേ ശരണമയ്യപ്പ. തെറ്റിപ്പോയി. പെട്ടെന്ന് വിചാരിച്ചത് പമ്പയില് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിൽക്കുകയാണെന്നാ. അതുകൊണ്ടാണ് മുഷ്ടി ഉരുട്ടിപ്പോയത്. സ്വാമി ശരണം.